ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിഞ്ചു മിങ്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. ഞാനാ ഇൻട്രോ പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് വ്ളോഗ് മൊത്തം ഫിദു ആയിരിക്കും സംസാരിക്കണത്. നമ്മളെ കാത്ത് ഇവിടെ ഒരു വള്ളി നിൽക്കുന്നുണ്ട്. അതേ വള്ളിയെ പൊക്കാം. സാധാരണ ഫിദു ആണ് വള്ളിയൊക്കെ എടുത്ത് മേത്തിക്കിടല്. അതട്ടില്ലേ എവിടെ ഫിദു? ഓ, നീ എന്നെ ഊക്കി പൂക്കി. ഞാൻ പറയാമായിരുന്നു പൂക്കിന്ന്. അല്ലേ, ഇവനെവിടെ? ഓ, നല്ലാതെ ദൂരം ഇങ്ങോട്ട് എത്തിയില്ലേ? പറഞ്ഞതായിരിക്കും. വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. ദയവായി അല്പസമയത്തിന് സോഷ്യൽ മീഡിയ പരസ്യങ്ങളിൽ നിന്നോ അജ്ഞാത ഗ്രൂപ്പുകളിൽ നിന്നോ നിക്ഷേപ താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. അല്ലെങ്കിൽ ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. आपने जिस व्यक्ति को कॉल किया है वो अभी दूसरे कॉल पर व्यस्त है. ഞാൻ വണ്ടിമേരുന്നേ. ഇപ്പതാ മിൻഹാജും ഫിദിയും വന്നിക്കണ പോലെ കാറിൽ കയറി. നിഹാൽക്ക് അടിപൊളിയാണ്, നിയാസ്ക്ക് അതിലേറെ അടിപൊളി തന്നെയാണ്. അതായത് എനിക്ക് ഒരു വ്ളോഗ് എടുത്തോണ്ടിരിക്കണം. ഏതോ പെണ്ണിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഹായ് ഗൈസ്. കുറുകാണ്. ഒരു പെണ്ണിന്റെ സൗണ്ട് ആയിരുന്നു കേൾക്കുന്നുണ്ട്. പെണ്ണിന്റെ സൗണ്ട് കാരണം ഞങ്ങള് വർക്ക് സംസാരിക്കാണ്. എന്റെ ഫ്രണ്ടാണ്. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ ആംബ്രോക്ക് പെണ്ണ് കിട്ടി തോന്നുന്നു. നോണ പറയട്ടെ ഗൈസ്. കണ്ണട കേട്ടിട്ട് ലുക്കായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ഞാൻ എന്നാലേ നിനക്ക് ടെക്സ്റ്റ് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിത്തെ ആൾക്കാർ കേൾക്കും. വാട്സപ്പ് ഓണാ. വാട്സപ്പ് ഓണാ. ചുണ്ട് നേരെ പിടിക്ക്. ഇത് ചുണ്ട് നേരെ പിടിക്ക്. ഇത് ചുണ്ട് നേരെ പിടിക്ക്. ഇത് ചുണ്ട് നേരെ പിടിക്ക്. ചുണ്ട് നേരെ പിടിച്ചിക്കണ്. ഇതൊക്കെ അത് ആണോ? ഇത്ര കോണ ഷേപ്പ് ആക്കണ്ടേ? വ്ളോഗ് എടുത്തോണ്ടിരിക്കണ കുരിപ്പുകള്. നേരെ പിടിക്ക്. ചുണ്ട് നേരെ നേരെ പിടിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിക്കാന്ന് എന്നോട് ഞാൻ പറയട്ടെ. മോന്റെ നേരെ പിടിക്ക്. നമ്മൾ അന്നും എന്നും വ്ളോഗില് നമ്മൾ നാച്ചുറൽ ആയിട്ടാണ്. നാച്ചുറൽ. എന്നിട്ട് ഇപ്പൊ കൊറേ മേക്കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിക്കണു കേട്ടോ. ഞാനായിട്ടാണ് നിൽക്കുന്നത്. നീയോ? ഞാൻ നീയും അല്ല, ഞാനായിട്ട്. നീ ഫേക്ക് ആണോ? ഒരിക്കലല്ല, ഞാൻ ട്രൂ ആണ്. എനിക്ക് എങ്ങനെയാണ് ഒരാളെ മുന്നിൽ ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റുക? നമുക്ക് അങ്ങനെ ശീലല്ലോ. ബ്രോ, കഴിഞ്ഞ വ്ളോഗിന്റെ അടിയില് ഒരു കുട്ടി ദുആ ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹു തആല ആ ചെറുപ്പക്കാരിയുടെ അടുത്ത ഈദിന് ആംബ്രോക്കും പെണ്ണ് കിട്ടട്ടെ. അത് ആംബ്രോ ഞാൻ ഏകദേശം മാച്ച്. നമുക്ക് ഫോട്ടോ എടുക്കാം. നമുക്ക് എന്തായാലും ഫോട്ടോ എടുക്കാം. പിന്നെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളി. ആമീൻ പറഞ്ഞോ? ആമീൻ. ഫോട്ടോ എടുക്കാനോ? ആ കുട്ടിയുടെ ദുആ പഠിച്ചോ കേക്കട്ടെ. ആ കുട്ടി തോർന്നു. നിങ്ങൾ രണ്ടാളും തോർന്നില്ലല്ലോ ഇതുവരെ. നായികക്ക് 40 വട്ടം നമ്മളെ വീഡിയോയില് പറയണ്ട് ഒരു കളഞ്ഞ പുളിയുണ്ട്. കരിമ്പ് ജ്യൂസ്. അതെ, ജീവും പിരിക്കാം. ഓ അങ്ങനെ. അപ്പൊ ഇന്ന് ആംബ്രോ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഇന്ന് സാറ്റർഡേ ആണ്. അത് ഒന്ന്. അതിനുപരി ഫസ്റ്റത്തെ സാറ്റർഡേ ആണ്. അത് 2. പിന്നെ എന്താ മൂന്നാമത്തെ ഒരു വലിയൊരു സംഭവം. അതായത് ഇന്നത്തെ വീഡിയോന്റെ വ്ളോഗിന്റെ ഇൻട്രോ പറഞ്ഞത് ഫിദു ആണ്. കാര്യം പറയാ പഠിച്ചോ? അതായത് ഇന്നത്തെ വ്ളോഗിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോണത് ഫിദു ആണ്. ഓലൊക്കെയാണ്. എന്നിട്ട് ഇപ്പൊ നമ്മളെ സംസാരിച്ചോണ്ടിരിക്കണേ. ഞാൻ ഇപ്പൊ ഇടകറി പറയണില്ലേ? പറയുന്ന നോക്കട്ടെ. എന്നാ ഫിദു കുറച്ചു സംസാരിക്കാൻ നോക്കട്ടെ. ഹായ് ഗായ്സ്, എന്താ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഓക്കെ, ഞാൻ എന്തായാലും ടോപ്പിക് ഇടപ്പല്ലേ പറയാൻ പറ്റുള്ളൂ. ടോപ്പിക് നല്ലൊരു ടോപ്പിക് കൊടുക്ക്. ഓക്കെ, ഇതൊന്നും ആരെങ്കിലും പിടിക്കോ? അതൊക്കെ ഒരു ബ്ലോഗറെ സംബന്ധിച്ചിടത്തോളം അല്ലേ, അതൊക്കെ ഹാൻഡിൽ ചെയ്യണം. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പിടിച്ചാ കാണൂലേ? കാണും. അങ്ങനെ പിടിച്ചാല് കാണാം. കുറച്ച് ഞാൻ കാണട്ടോ. കയ്യല്ലേ? നല്ലൊരു ടോപ്പിക് കൊടുക്കും. ലക്ഷറി കാറുകളെ കുറിച്ചിട്ട് എന്താ ഫിദുവിന്റെ അഭിപ്രായം? ലക്ഷറി കാറുകൾ ഒക്കെ അടിപൊളി. ഇത് എനിക്ക് ഇട്ട് തന്നിക്കാന്ന് എനിക്ക് മനസ്സിലായിട്ടോ. ഇട്. അനക്ക് അറിയണ കുറച്ച് കാറിന്റെ ബ്രാൻഡുകൾ പറയാം.
അയ്യോ ഫിദുവിന് ലൈഫിൽ എടുക്കാൻ ആഗ്രഹമുള്ള ഒരു ഏറ്റവും ലക്ഷറി കാർ ഏതാ? അതൊരു ചോദ്യം. ഞാൻ ബാക്കിലായതുകൊണ്ട് കറുത്തിട്ട് അല്ലടാ ഒറിജിനൽ കളർ അതിൽ കാണുള്ളൂ. നമുക്ക് കളർ കൂട്ടാം. എനിക്ക് കുറച്ച് കാറിന്റെ പേരേ അറിയുള്ളൂ. ഞാൻ സബ്സ്ക്രൈബേഴ്സിനോട് സത്യം മാത്രമേ പറയുള്ളൂ. എനിക്ക് കുറച്ച് കാറിന്റെ പേരേ അറിയുള്ളൂ. ഞാൻ അതിനോട് വലിയ ക്രൈസ് ഒന്നുമില്ല. എനിക്ക് കാറിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറച്ച് അറിയാം. കുറച്ച് വളരെ കുറച്ച് അറിയാം. കാരണം അതൊക്കെയാണ്. നമുക്ക് ഒരു റേഞ്ച് റോവർ എടുക്കാം. ഞാൻ പറയണല്ലേ. പിന്നെ ഒരു മിനി കൂപ്പർ. മിനി കൂപ്പർ ഏതാ? മിനി കൂപ്പർ എല്ലാതും ഏതാ രസമുള്ള വെച്ചാ എടുക്കും. എല്ലാ രസമാണ് മിനി കൂപ്പറിന്റെ. അപ്പൊ ഏറ്റവും ഭംഗിയുള്ള എടുക്കും. കൺട്രിമാൻ മാത്രം എനിക്ക് ഇഷ്ടമല്ല. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. ഓക്കെ, ബാക്കി അനക്ക് എടുക്കണം ആഗ്രഹമുള്ള വണ്ടി ഏതാ? ഈ രണ്ട് വില റേഞ്ച് റോവറും മിനി കൂപ്പറും അല്ലാതെ അനക്ക് എടുക്കണം ആഗ്രഹമുള്ള വണ്ടി ഒന്ന് ചെവി പറഞ്ഞു. പറഞ്ഞോ ഇപ്പുറത്തെ കൂടെ ഞാൻ പറയാ വാഗണർ EV. അത് കണ്ടത് അതൊക്കെ എനിക്കറിയാം. അത് പണ്ട് വാഗണർ EV ഒന്നും ഇല്ല കേട്ടോ. വാഗണറും സ്വിഫ്റ്റ് അല്ല, ഓടി ഓടിയിട്ട് എവിടെയെങ്കിലും ചെന്നിരിക്കുക സീറ്റ്. പിന്നെ ഞാൻ പറഞ്ഞുതരാം, മറ്റൊരു കാറില്ലേ താഴ്ന്നിട്ടുള്ള അടി കൂടെ അങ്ങനെ പോണേ, ഫെറാറിയോ? കയ്യിലെടുത്ത് കാണിച്ചെന്ന കാർ ഏതാ പെരുന്നാണെന്ന് ഓർമ്മ? ഏറ്റവും ലക്ഷറിയസ് വണ്ടി അതേതായിരുന്നു? അത് ഓർത്ത് ഞാൻ കൊറേ കിട്ടണ പറഞ്ഞിരുന്നു ആദ്യം. കിട്ടണല്ലോ എനിക്ക്. ഏതായിരുന്നു? ഒന്ന് ഫസ്റ്റ് ലെറ്റർ പറഞ്ഞോ. ഹമ്മർ. ഹമ്മറോ? അങ്ങനെ ഒരു വണ്ടി കേട്ടില്ല. ഹമ്മർ. അത് ഹാമർ. അയ്യോ, ഇത് റോൾസ് റോയ്സ്. റോൾസ് റോയ്സ്. ആ മറന്നു പോയതാ, എനിക്ക് അറിയായിരുന്നു. ഇനി മറക്കോ? ഇല്ല. 10 റോൾസ് റോയ്സ്. റോൾസ് റോയ്സ് റോൾസ് റോയ്സ് റോൾസ് റോയ്സ് റോൾസ് റോയ്സ് റോൾസ് റോയ്സ് 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 റോൾസ് 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 റോയ്സ്. ഓക്കെ, അപ്പൊ ഫിദുനെ എടുക്കുകയാണെങ്കിൽ ഏതാ എടുക്കണ്ടേ? റോൾസ് റോയ്സ്. ആദ്യം ഞാനൊന്ന് പഠിക്കട്ടെ. എടുക്കണം ആഗ്രഹമുള്ള എടാ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ എനിക്കിങ്ങനെ അല്ല, അങ്ങനല്ല, എനിക്ക് അങ്ങനെ കാറിന്റെ ഒരു ക്രൈസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇൻഷാ അല്ലാഹ് ഞാൻ ഫിനാൻഷ്യലി ഞാൻ സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് അല്ല പോടാൻ കിടന്നു ഞാൻ എന്തായാലും ഞാൻ ഷോ കാണിക്കും. മീൻസ് അങ്ങനെയല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ ഞാൻ സാധിക്കും. ഇവിടെ എവിടെ ഇല്ലാത്ത കുറച്ച് ടൈപ്സ് കാറുകൾ ഞാൻ ഇറക്കും. കുറച്ച് വിന്റേജിൽ മറ്റേ പഴയ സുപ്രയൊക്കെ അല്ലേ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ പഴയ സുപ്ര അത് കുറച്ചൊക്കെ വർക്ക് ചെയ്തിട്ട് നല്ല കുറച്ചുകൂടി മോഡിഫൈ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ബൈക്കാണ്, പല ആൾക്കാരും പറയും കണ്ണാപ്പിയാണെന്ന്, പക്ഷെ എനിക്ക് ആ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നോ അതല്ല, RX100 വാങ്ങും ഞാൻ. ഒരു സെറ്റ് ഇതിലൊക്കെ നല്ല രാജാതിരാജൻ, വില്ലാതി വീരൻ, വീരശൂര പരാക്രമി. അല്ല, ഫിദുവിനെ എമ്പുരാനെ കുറിച്ച് എന്താ പറയുള്ളൂ? നമ്മൾ 3 ആള് കണ്ടിട്ട് ഗൈസ് മിഞ്ഞാന്ന് പോയിട്ട്. പക്ഷെ അതിൽ ഏറ്റവും വലിയ കോമഡി ഞാൻ ലൂസിഫർ കണ്ടിട്ടില്ല, എന്നിട്ടാണ് ഞാൻ എമ്പുരാൻ കാണാൻ പോയത്. പക്ഷെ അത് കാണാണ്ടും എനിക്കത് ഇഷ്ടായി, നല്ല മൂവി ആയിരുന്നു. എന്താണ് എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ പറ. ഇഷ്ടപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇപ്പൊ ചോദിച്ചാ ഏതാ പറയാ? അങ്ങനെ ഭാഗങ്ങളായിട്ടല്ലേ. ഡയറക്ഷനെ കുറിച്ച് സംസാരിക്കുക. ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. സൈഡിന്നും നടുന്നും മേളിൽ നിന്നൊക്കെ എടുത്തത് സൂപ്പർ. ക്യാമറ ആംഗിൾസ്, BGMs ഒന്നും പറയല്ല അറിയില്ല. അതെ,
അതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല. പിന്നെ മറ്റേ പക്ഷല്ലേ എല്ലാരും അനമോർഫിക് ലെൻസ് ഉപയോഗിച്ചതിനെ കുറിച്ച് എന്താ അഭിപ്രായം എനിക്ക്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, അടിപൊളിയായിരുന്നു അന്ന് തന്നെ. യെസ്. അതിന് ഇവൾക്ക് അനമോഫി അറിയോ? ഹനമോളറിയാ, എന്റെ മാമാടെ മോളാ. കെട്ടിച്ചെടുക്കണ്ടോ? +2 ഡിഗ്രിയിലാ? +2 കഴിഞ്ഞു. 2 എടി നല്ല കുട്ടിയാണ്. ഇത് നമുക്ക് കുടുംബാവണില്ല എന്താടി അനക്ക് ഇത് നല്ലൊരു സെക്കനല്ലേ? ഓരും കൂടെ വിചാരിക്കണ്ടേ? ഒക്കെ നിങ്ങള് സംസാരിക്കാത്ത പ്രശ്നമാണ്. ഇബലൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? ഇനി ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഇബല് രണ്ടാളോട് ഞാൻ അങ്ങനെ പറയട്ടോ, നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞായെന്നൊക്കെ പറയും. അത് സീനില്ല. അപ്പൊ ഇബല് പറയും നോക്കണ്ടാ തെരയണ്ടാ നിയാസുണ്ട്. അല്ല, ഇന്ന് നമ്മള് ആംബ്രോക്കും നിയാസിനും പെണ്ണ് നോക്കും. ഇനോഗ്രേഷന് പോണടുത്ത് അത് പറഞ്ഞപ്പോഴാ ഞങ്ങൾ എവിടക്ക പോണ അറിയോ? അത് പറയേ, ഞങ്ങൾ എവിടക്ക പോണ അറിയോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിലേക്ക് വളരെ വൈകിട്ടാണെങ്കിലും ഒരു പെൺ സുഹൃത്ത് കൂടി വരവായി. ഒരു ആന്റി, ഒരമ്മ, ഒരു അമ്മായി, ഒരേളയമ്മ. അദ്ദേഹത്തിന്റെ പേര് അൻഷി എന്നാണ്. അൻഷിത മുഫ്സിർ എന്നറിയപ്പെടുന്ന അതെ അൻഷി. അതെ അൻഷി അൻഷി എന്നൊക്കെ അൻഷി മുഫ്സിർ. അങ്ങനെ അൻഷിയുടെ ഒരു സ്ഥാപനം മറ്റേ എയറോഫ്ലൈ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി എടപ്പാള് നല്ല രീതിയിൽ കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോ അവരുടെ പുതിയ ബ്രാഞ്ച് ഞങ്ങളുടെ നാട്ടിൽ പട്ടാമ്പിയിലേക്ക് അതെ പെരിന്തൽമണ്ണ റോഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ് അതിന്റെ ഇനോഗ്രേഷൻ ആണെന്ന്. അപ്പൊ ഞങ്ങൾ 3 ആളും അതിന് പോവാണ്. 3 ആളല്ല 4 ആള്. നിയാസുണ്ട്, സോറി 4 ആള് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല നിയാസ് ഇപ്പൊ കയറും ബൈക്കൊന്ന് ഓഫീസിൽ നിന്ന് എടുക്കട്ടോ. അങ്ങക്ക് എന്റെ ഓഫീസ് ഞാൻ കാണിച്ചില്ലല്ലോ. ഞാൻ റോട്ടിൽ നിന്ന് കാണിച്ചു തരാം. എന്റെ ഓഫീസ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം, ഞാൻ വർക്ക് ചെയ്യുന്നത് കൊപ്പത്താട്ടോ. കൊപ്പത്താണ് എന്റെ കമ്പനി വരുന്നത്. അങ്ങനെ ഈ അൻഷി ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറാണ്. അതെ, ഓള് മെസ്സേജ് വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ എന്റെ അടുത്ത് തെറ്റും എപ്പോഴും. പാവാണ്, കുട്ടികളെ മനസ്സാ. അവൾക്കൊരു കുട്ടിയുണ്ട് കേട്ടോ. അയ്യോ, ചെറുക്കൻ വില്ലനാണ്. ഇന്നു ചെറുക്കൻ വില്ലനാണ്. ഭയങ്കര സ്നേഹമാണ് ആ കുട്ടികള്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഓലെ വീട്ടിൽ പോയിട്ട് സ്റ്റേ ഇത് മുൻകൂർ ജാമ്യാണ്. കാരണം ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു ഇവ ആരും ഫോൺ എടുക്കൂല. ഇവൻ ദുനിയാവിൽ ആകെ എടുക്കണ കോള് മറ്റേ ഇന്ത്യയും പിന്നെ കസ്റ്റമർ കെയറിന്റെ. അത് പിന്നെ പെൺകുട്ടിയല്ലേ. ഇപ്പൊ വേറെ ആരും ഫോൺ എടുക്കൂല. എന്നിട്ട് എല്ലാരും കംപ്ലൈന്റ് പറയും ആംബ്രോ എന്താ ഫോൺ എടുക്കാത്ത. അല്ല, ആംബ്രോ എന്താ എന്റെ ഭാര്യ, മോനെ എക്സ് വൈഫ് ആയിരുന്നു എന്റെ. എന്നോട് ചോദിക്കണേ ആംബ്രോ എന്താ ഫോൺ എടുക്കാത്തന്ന്. നമ്മള് രണ്ടാളും ഒപ്പം നടക്കലേ. അപ്പൊ എന്തായാലും പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി പട്ടാമ്പിക്കാർക്കും പറക്കാം. അതെ, അതാണ് ഫ്ലൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ മാനേജ്മെന്റ്. +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ഒക്കെ നമ്മളെല്ലാവർക്കും ഫ്രീ ആയി പ്രൊമോഷൻ കൊടുക്കണം. പൈസ വാങ്ങണേ എന്ത്? ഇത് നമ്മൾ അഞ്ചിലല്ലേ? അല്ല, മൊത്തത്തിൽ നമ്മള് വാങ്ങിക്കും. ഇത് നമ്മള് എടുക്കുക. ഓക്കെ, അപ്പൊ അൻഷിന്റെ അടുത്തേക്ക് പോവാട്ടെ ഗൈസ്. ഇനി അൻഷിനെ അവിടെ നിന്ന് കാണാം. ഒന്ന് ഓണടിച്ച കാക്ക സൈഡാക്കിട്ട് നടന്നൂടെ? ഇങ്ങനെ പതുക്കെ പോണ്. ആംബ്രോന്റെ ഓഫീസ് കാണാം. അതുവരെ ഇതാണ് എന്റെ ഓഫീസ് വരുന്നത്. ഓക്കെ, ഇപ്പൊ അവിടെ ആരും ഇല്ല, ഒക്കെ ഹെഡ് ഓഫീസിലാണ്, മീറ്റിങ്ങിലാണ് അവിടെ. എനിക്ക് പിന്നെ ഒരു ആഡ് ഷൂട്ട് ചെയ്യണ്ട, അപ്പം അതിന് വേണ്ടി വന്നതാണ്. കൊപ്പത്താണ് ഞങ്ങൾ ഓഫീസ് വരുന്നത്. ദേ അവിടെ തന്നെ കണ്ടോ മിന്നാജും ഫിദും നിൽക്കുന്നത് അവിടെ ഉണ്ട്. ഞങ്ങളാ കമ്പനി വണ്ടി കൊമാറ്റ്. ഇതാ നിയാസ്ക വന്നിട്ടുണ്ട്. ഞങ്ങളിതാ ഷൂട്ടിന് പോകാനുള്ള പരിപാടിയാണ്. നമ്മളെ ഷീറ്റിൻ്റെ ഒരു ആഡ് ഇന്ന് ചെയ്യേണ്ടത് നമ്മൾ. അപ്പോൾ അതാ നിയാസ്ക മെയിൻ ഡയറക്ടർ അഭിനയിക്കുന്ന ആളാട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇനി നേരെ അൻഷിയുടെ ഉദ്ഘാടനത്തിന് പോട്ടെ. ഓക്കെ, ബാബാ നമുക്ക് ഉള്ളിൽ കയറാം. ഹായ്, ഹലോ ഉമ്മണ്ടോ? ഹലോ ഗായ്സ്, ഇതാണ് നമ്മള് പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, പൊക്കി പറഞ്ഞു. വ്ളോഗ് എന്തായാലും കാണട്ടോ. താഴേക്കാർ ചെരുപ്പ് എവിടെ? ഇതിനെ സ്വീകരിക്കാൻ ചെരുപ്പിട് അൻഷി ടോബ്ലറോണുമായാണ് വന്നത്. അപ്പൊ ഗായ്സ് അത് നമ്മള് ലാസ്റ്റ് വരുള്ളൂ. നമ്മള് സമാപന ചടങ്ങൊക്കെ നമ്മൾ എത്തുള്ളൂ. എയറോഫ്ലൈന്റെ മണ്ണിലേക്ക് അവർക്കും സ്വാഗതം ഗായ്സ്.
നമ്മള് നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യണ്ട്. ഇത് എയറോപ്ലെയിൻ രണ്ടാമത്തെ ബ്രാഞ്ചാണ്. എവിടെ? യെസ്, കം ഓൺ. ഓ ഇതിലേ അസ്സലാമു അലൈക്കും. സ്റ്റുഡൻസ് ഉണ്ടെന്ന്. എന്താ വർത്താനം? ഓ പട്ടാമ്പി തന്നെ പിണ്ടട്ട. എന്താ ചെയ്യാ, തിരക്കായി പോയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓള് തെറ്റും. ആസിഫലിക്ക് വിളിക്കലുണ്ട്. ക്യാമറമാൻ വരൂ. ഓ മാഷാല്ലാ മാഷാല്ലാ മാഷാല്ലാ. ഹായ് നമസ്കാരം. How are you? സുഖല്ലേ? കൊറേല കണ്ടിട്ട്. ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഓ സെറ്റ് കാണട്ടെ. ഇവിടെ ആരും ഇരിക്ക അല്ലേ? ഇജിപ്പ എവിടെ ഇരിക്കതില്? അതെ ഇവിടെ ഇവിടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് നമ്മുടെ അൻഷുടെ കേട്ടോ. അൻഷുടെ പന കാണിച്ചു കൊടുത്തു. ഇതാണ് അൻഷുടെ ഡാഡി. എന്തൊക്കെ വർത്താനം. ഇത് അൻഷുടെ മമ്മി. ഇനി ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. ഇവിടെ പ്രിൻസിപ്പളിന്റെ കസേരയിൽ എന്താ വർത്താനം? ഗൈസ് ഒന്നും വിചാരിക്കാതെ കറങ്ങിയതാണ്. എന്താ വർത്താനോ? അടിപൊളിയുള്ള ഓഫീസ് മാഷാഅല്ലാഹ്. ഇതിൽ ഇജ്ജ് എവിടെ ഇരിക്കുക? ഉണ്ട്. സെറ്റായി. ഓൾക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് അത്. ശരി. അതെ അതെ. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നല്ലേ? അല്ലാ. രണ്ടാമത്തെ ബ്രാഞ്ച് തുടങ്ങിയില്ലേ? രണ്ടാമത്തെ ബ്രാഞ്ച് തുടങ്ങിയില്ലേ? എത്തിഹാദ്, എമിറേറ്റ്സ്, വാഷേരിയ, സ്റ്റാഫ് റൂം, പ്രിൻസിപ്പൽ. ഓ ലുഫ്താൻസ. ലുഫ്താൻസയിൽ കുറെ തരണിമണികളായ എയർ ഹോസ്റ്റസ്മാരുണ്ട്. Give wings to your dreams with us. Aerofly. പൊള്ളി. രണ്ടാമത്തെ ബ്രാഞ്ചാണ്. അങ്ങനെ 2, 3, 10 ആവട്ടെ ഓൾക്ക്. ഇൻഷാല്ലാ ആമീൻ. നമുക്ക് രണ്ടാമത് ഒരു പോട്ട് മതി. ഞങ്ങൾ രണ്ടു വെച്ചോളാം. ബ്രോ ഈ കേക്ക് നിങ്ങൾ പഞ്ചസാര ഇട്ടിട്ടാണോ ഉണ്ടാക്കിയത്? വളരെ മോശം. പഞ്ചസാര നിങ്ങൾ കൊല്ലും. അതിന്റെ ഡയലോഗ് അല്ലേ? എന്താ ഏത് ഇപ്പം ബോട്ടിന്റെ അടപ്പൊക്കെ തലയിൽ വെച്ചടക്കണ്. നിയാസേ എവിടെ ക്ലാസ്? ഞാൻ നോക്കട്ടെ. ഗൈസ് നിങ്ങളിപ്പോ കണ്ടത് ഭാവി എയർ ഹോസ്റ്റസ്മാരാവാം, ഭാവി ടിക്കറ്റിംഗ് കൗണ്ടർ സ്റ്റാഫ്സ് ആവാം, ഭാവി ഗ്രൗണ്ട് സ്റ്റാഫ്സ് ആവാം, ഭാവി വെറുതെ ഇരുന്നവരാവാം. ഇല്ലല്ലോ, ഇല്ല. നമ്മളിവിടെ പ്ലേസ്മെന്റ് അഷുറൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വെറുതെ ഇരിക്കൂല, നിങ്ങൾ പറന്നിരിക്കും. അതെ. അല്ലെങ്കിൽ നിങ്ങൾ പറത്തിയിരിക്കും. പട്ടാമ്പിക്കും പറക്കാം. പട്ടാമ്പി റോഡ്. പക്ഷെ എന്തായാലും കൊള്ളാട്ടോ സെറ്റപ്പ്. ഭർത്താവിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയുന്നത്? ഈ എല്ലാത്തിനും മനുഷ്യക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന, താങ്ങായി നിൽക്കുന്ന മുഫ്സിർ ഖാൻ. അദ്ദേഹം ഇപ്പൊ ഈ സന്നിധിയിൽ ഇല്ല, എന്നാൽ പോലും അദ്ദേഹത്തെ കുറിച്ച് അതെ നല്ല മാപ്പിള. ഇവിടെ ഒരു നല്ല മാപ്പിള. 2 വാക്ക് പറയട്ടെ ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്തായാലും വല്യമാക്കല്ല സ്വർണ്ണം കൊടുക്കട്ടെ. ആമീൻ. മുഫ്സിർ ഖാനെ ഞങ്ങൾ ഈ അവസരത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. കാരണം മുഫ്സിർ ഖാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല, അടിപൊളിയാണ്. ഇവിളേക്കാളും അടിപൊളിയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ അടിപൊളിയായിക്കണത്. ഇല്ലാന്നുണ്ടെങ്കിൽ നടക്കുവോ? ഇത് ഇജ്ജും അടിപൊളിയല്ല, ഓളും അടിപൊളിയല്ല. എന്താടാ ഞങ്ങൾ അടിപൊളിയല്ലേ? പിന്നെ നിങ്ങൾ അടിപൊളിയായിട്ടല്ലേ നമ്മളോട്
ഗുഡ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ചിലത് നമ്മൾ വീഡിയോയിൽ കാണിക്കില്ല, കാര്യങ്ങൾ കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ? അതെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കുഞ്ഞു ക്യാമറ കണ്ണുകളിലൂടെ ആംബ്രോ ഒപ്പിയെടുക്കുന്നതാണ്. അതാണ്. അപ്പോൾ അടുത്ത് നമ്മൾ പോണത് എമിറേറ്റ്സ് ക്ലാസ് റൂമിലേക്കാണ്. ഈ എയർലൈൻസിന്റെ പേരിട്ടത് മൊത്തം ക്ലാസ് റൂമാണ്. ഓക്കെ, കമോൺ. ഹായ് ഗായ്സ്, ഹൗ ആർ യു? എല്ലാവർക്കും സുഖല്ലേ? ഭാവി എയർ ഹോസ്റ്റസ്മാർ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവൂലേ? ഉറപ്പല്ലേ? എങ്ങനെയുണ്ട് എയറോഫ്ലൈ? അടിപൊളിയല്ലേ? സെക്കൻഡ് ബ്രാഞ്ച് തുടങ്ങിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? എന്താണ്? നല്ല അഭിപ്രായം. അതൊക്കെ നല്ല ഇതില് പോട്ടെ. ഇൻഷാല്ല. അപ്പോൾ ഇത് എമിറേറ്റ്സ് ക്ലാസ് റൂമിലെ കുറച്ച് സ്റ്റുഡൻസ് ആണ്. ഇത് നിങ്ങളൊക്കെ ഇവിടെ ചുറ്റിപ്പറ്റിയുള്ളവർ തന്നെയാണോ? എടപ്പാള്. ഓക്കെ. അപ്പം മറ്റേ ബ്രാഞ്ചിലെ സ്റ്റുഡൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഇവരെല്ലാവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഇങ്ങനെ തുറക്കാൻ പറ്റട്ടെ. നിങ്ങളെല്ലാവരും ഈ പാഷൻ, ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തവരാണ് അല്ലേ? ഇപ്പോൾ ഇനി എത്ര ഉണ്ട് നിങ്ങളെ കോഴ്സ്? 4 months. ഓക്കെ. ടോട്ടൽ ഓവറോൾ 1 year. ഓക്കെ. ഇനി 4 months കൂടി ഉള്ളൂ. ആ 4 months നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു എയർപോർട്ടിൽ ഉണ്ടാവും അല്ലേ? ഇൻഷാല്ലാ. ഓൾ ദി വെരി ബെസ്റ്റ്. അതെ. അപ്പോൾ എൻ്റെ മെയിനായിൽ പോരാന്ന് പറഞ്ഞിട്ട് അടുത്ത ആൾ വന്നിട്ടുണ്ട്. കമോൺ, മെയിൻ 2 വാക്ക് സ്റ്റുഡൻസിനോട്. അൻഷിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അൻഷിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. അടിപൊളി. എല്ലാവർക്കും അൻഷിനെ കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായമാണ്. നമുക്ക് അൻഷിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല ഭംഗിയിട്ടാണ്. ഓക്കെ. വേറെ സത്യം എന്തെങ്കിലും പറയും. നല്ല ഭംഗിയുണ്ട്, അട്രാക്റ്റീവ് ആണ്. അൻഷി ഒന്നുകൂടെ വരും. ഓക്കെ. അൻഷി മാമിനെ കുറിച്ച് എന്താണ് പറയുന്നത്? മാം കാണാൻ നല്ല സുന്ദരിയാണ്, നല്ല അട്രാക്റ്റീവ് ആണ്. ഓനക്കും പെണ്ണ് നോക്കുന്നുണ്ട് കേട്ടോ. ദബ്ബന് പെണ്ണ് നോക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കട്ടോ. പെണ്ണുങ്ങൾ മാത്രം കേട്ടോ. നിങ്ങളാരും താല്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നോക്കണില്ല, എനിക്ക് ഒന്നെ മതിയായി. അപ്പൊ എല്ലാവരോടും ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നന്നായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗേൾസിനോട് എസ്പെഷ്യലി ആംബ്രോന്റെ ഒരു പാട്ട്. വേറെ പുതിയത് എന്തെങ്കിലും നല്ലൊരു പാട്ടുകാരിയാണ്. അപ്പൊ ആംബ്രോന്റെ മാമിന്റെ ഒരു ഡുവറ്റ് കേൾക്കാം. അങ്ങനെ ഉണ്ടാവും. കമോൺ. നല്ലൊരു പാട്ട് വേണം. 2 പേരും കൂടെ. കമോൺ. ഷാൻ റഹ്മാനായിട്ട്. ഓക്കെ. എന്നാ കമോൺ. ഇത് മാമിന്റെ 2 ചിരിക്കടാ. അടുത്തതായി വേദിയിൽ കണ്ടോരാവിതളിൽ നിലാവൊരു സുന്ദരിയായി നിന്ന് കേട്ടു വഴിയരികിൽ നിറഞ്ഞൊരു മൈലാഞ്ചി കഥകൾ കാതിൽ കൊതിയേറും ഇലാഹിൻ ഹംദിൻ നിശലലകൾ കാണാത്തൊരു ലോകം നീതിയാനുരാഗക്കോള് കണ്ടോരാവിതളിൽ നിലാവൊരു സുന്ദരിയായി ഇന്ന് കേട്ടു വഴിയരികിൽ നിറഞ്ഞൊരു മൈലാഞ്ചി കഥകൾ. പൊളി. താങ്ക് യു.
ഓക്കെ, താങ്ക് യു. അടുത്തതായി വേദിയിൽ ഫിദുവിന്റെ ഒരു ക്ലാസിക്കൽ ഡാൻസ്. അല്ല, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും പാട്ടാണ് കഴിവുള്ള കുട്ടികളുണ്ടോ? ആര്? നല്ലൊരു കൈ കൊടുക്കടാ. വരൂ വരൂ വരൂ. ഹായ് ഗൈസ്, നമ്മുടെ മുബാറക്കിന്റെ കസിൻ. മുബാറക്കിന്റെ പോലെ തന്നെ നല്ല പാടാനുള്ള കഴിവുണ്ട്. കമോൺ, നല്ലൊരു പാട്ട്. കുറുകും പ്രാവേ വെള്ളരി പ്രാവേ ദൂതു പോകാമോ, പറന്നു പോയൻ പ്രിയ സഖിയോടായി ഇഷ്ടം ചൊല്ലാമോ, കവിളിൽ മറുകുള്ള സുന്ദരി അവൾ കവിളിൽ മറുകുള്ള സുന്ദരി അവൾ സുന്ദരി. ആംബ്രോ 10 എത്ര കൊടുക്കാം? 10 11. ഓക്കെ, ആ കോൺഫിഡന്റ് ഇല്ല, ഒന്ന് പാടാനുള്ള ഒരു ധൈര്യം. പ്ലാൻ ഒന്നുമില്ല. അതാണ്. ഓ, ബെസ്റ്റ് സ്റ്റുഡൻസ് ഓഫ് എയ്റോഫ്ലൈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഇനി പട്ടാമ്പിക്കാർക്കും പറക്കാം. ഇന്നുന്റെ വരൂ വേദിയിലേക്ക് കടന്നു. പാട്ട് പാടിക്കോട്ടെ കേട്ടോ. താത്തൊരു പാട്ട് പാടിക്കോട്ടെ. ആംബ്രോ അതൊന്ന് മറ്റേത് എടുക്കൂട്ടോ. പരിപ്പ്. ഓക്കെ, കമോൺ. എന്റെ അടുത്ത് പേര് പറഞ്ഞു. അടുത്തതായി വേദിയിൽ സന. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ. അത് അൻഷുടെ കുട്ടിയാണ്. അത് അൻഷുടെ കുട്ടി ആയതുകൊണ്ട് തന്നെ മൈക്ക് കേടെടുത്ത് കഴിഞ്ഞാൽ എയറോപ്ലെയിന്റെ ബില്ല് കയറും. 1 2 3 സ്റ്റാർട്ട്. പാടിക്കോ. ലോകവൃത്തിപ്പെട്ടതാണ്. ഞങ്ങളെ വീട്ടിലെ പിള്ളേരെ ഇപ്പൊ പറഞ്ഞ പോടപ്പട്ടിയില്ല, അതിലെ പട്ടിയാണത്. ഒരു പട്ടി ഹാപ്പിയാണോ? ഇതാരാണ്? ഇത് ഡോക്ടർ ആസിഫ്. സാറ് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഷഫീഖ് വടക്കൻ, ഇവരൊക്കെ നമ്മൾ JCI ടീമാണ് കേട്ടോ. ഒന്ന് ഹായ്. എന്താണ് സാർ വിശേഷങ്ങൾ? ഓ, നല്ല വിശേഷം. എന്താണ് എയർപ്ലെയിനെ കുറിച്ച് പറയാനുള്ളത്? എയറോപ്ലെയിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം എടപ്പാളും പിന്നെ ഗുരുവായൂരൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ, ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് അറിയാം. ഉഷാറാവട്ടെ. കൊള്ളാം, നല്ല സ്റ്റുഡൻസ് ആണ്. ഞാൻ ഇവിടെ ഇപ്പോൾ സെഷൻ എടുത്തു, ക്ലാസ് എടുത്തു. നല്ല കുട്ടികളാണ്, നല്ല റെസ്പോൺസ് ആണ്. അവർക്ക് അവരുടെ പ്രൊഫഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയായിരുന്നു, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതെ 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 കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതെ. അപ്പോൾ അവരുടെ പ്രൊഫഷനിൽ തന്നെ അവർക്ക് ഇൻ ഫ്യൂച്ചർ അവർ കസ്റ്റമേഴ്സിന്റെ അടുത്ത് സംസാരിക്കേണ്ടത് എങ്ങനെയാന്നുള്ള രീതിയിലൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു. ഞാൻ വണ്ടൂരാണ് സ്ഥലം. അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു.
ആരാണ്? ബ്ലോഗറാണോ? എന്താ പേര്? ബ്ലോഗർ ഒന്നല്ല, ചെറുതായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യും. എവിടെ വീട്? കോട്ടക്കൽ. 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 എന്താ പേര്? റഹ്മത്ത് ഷഫീഖ്. എയറോപ്ലെയിൻ. അടിപൊളി. അടിപൊളിയാണ്. ആംബുലൻസ് ആണെങ്കിലും സൂപ്പർ സൂപ്പർ അടിപൊളി. അന്നറിയില്ല. ഒരു മിനിറ്റ്. ഇതെന്താ അറിയോ? പ്രോപ്പർട്ടി. ഇത് പൊട്ടിത്തെറിക്കും. ബോംബാണിത്. ഇത് പൊട്ടിത്തെറിച്ചാ ഇന്നു ചിന്നിച്ചിതറും. അതുകൊണ്ടാണ്. എന്താണ്? ഒരു കടയിൽ വന്നിട്ട് കാട്ടണത്. പ്രൊഫഷണൽ കീപ്പ് ചെയ്യാം. ബോസ് ഇരിക്കണില്ലേ ഈ മാനായിട്ട് ആംബ്രോ എന്താണ് കഴിക്കുന്നത്? ഗൈസ്, ഞാനിവരെ സ്റ്റാഫ് വന്നപ്പോൾ ചോദിച്ചു എന്നോട് എന്താണ് കഴിക്കാനുള്ളത് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് പ്രോൺസ് ബിരിയാണി ഉണ്ട്, അതുപോലെ മട്ടന് ചിക്കന് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും നിയാസ്കിയും ഒരു പ്രോൺസ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഇവർ രണ്ടുപേരും പ്രോൺസ് ഷെയർ ചെയ്യാൻ പറഞ്ഞ്. പിന്നെ മിൻഹാജ് പിന്നെ സ്ഥിരം ചിക്കൻ കോഴി ആയതോ അല്ല അങ്ങനെയല്ല, ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ഷാനും കോഴിയല്ല, ഷാനു കോഴി അല്ലേ? ഷാനു കോഴി, ഇവൻ ബീഫ്, ഓനും കോഴി, ഇപ്പം പോത്ത്, ഓനും കോഴി. പിന്നെ ഫാമിലി അവിടെ തന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ഞങ്ങൾ ആക്ച്വലി ഇന്ന് അൻഷി നമുക്കൊരു നേരത്തെ ആഹാരം സ്പോൺസർ ചെയ്തപ്പോൾ നമ്മൾ വന്നതാണ്. അൻഷിക്ക് പഠിച്ചവൻ എല്ലാം നീട്ടി കൊടുക്കട്ടെ. ആയിട്ടോ നമുക്ക് ചുടുവെള്ളം ഉണ്ടോ? അല്ല, നാളെ ഒരു കോൺസെർട്ട് ഉണ്ട്. അപ്പൊ തൊണ്ട ക്ലിയർ ചെയ്യാൻ വേണ്ടി ചേട്ടായി കോഫി. ഇവിടുന്ന് എയറോഫ്ലൈനിൽ പഠിച്ചിറങ്ങണ ഏതെങ്കിലും ഒരാൾക്ക് ആംബ്രോനെ കെട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവും. അതാണ് ഞങ്ങൾ പറഞ്ഞ പ്ലേസ്മെന്റ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ പ്ലേസ്മെന്റ്. ഒരു നാൾ നിങ്ങളൊക്കെ മുന്നിക്കൂടെ അവിടെ കുറച്ച് ഗാനം ആലപിക്കുന്നുണ്ട്. ആ മൈക്ക് അങ്ങനെ പിടിക്കും. ഇവിടെ തുടങ്ങിയാലോ? വാക്കപ്പോടാ കാളിയുടെ വിളയാട്ടം. ഒരു വേഗം പോകണ്ട പോകണ്ട ചാലക്കുടി ചന്തയ്ക്ക് ഒന്നവിടെ ഉണ്ട്. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് കൊലിച്ച്
കാത് കുത്താൻ എപ്പവരും നിന്റെ അമ്മാവന്മാര് ടുഗദർ